നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സാരിയും പൊക്കി അവിടെ ബോൾ പിടിക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടാസ്ക് ഫസ്റ്റ് റൗണ്ട് വന്നപ്പോൾ തന്നെ ഈ അനുമോൾ ഇത് എന്ത് തോന്നിയാസാ കാണിക്കുന്നത്? സാരിയൊക്കെ ഉടുത്ത് ഒരുമാതിരി കല്യാണ വീട്ടിൽ പോകുന്ന കണക്കാണോ ഈ ടാസ്ക് ഒക്കെ കളിക്കാൻ പോകുന്നത്? ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ലേ? ഓടണ്ടേ, ബോൾ അടിക്കണ്ടേ? പക്ഷെ അതിനുള്ള മറുപടി എനിക്ക് നേരിട്ട് തന്നതുപോലെയാണ് ഇന്ന് ആ ടാസ്കിന്റെ ഇടയിൽ. ലക്ഷ്മി എടുത്ത് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊരു വലിയ എന്താ പറയാ, സാരി ഉടുത്ത് നിന്ന് പോയത് കൊണ്ട് ലക്ഷ്മി എടുത്ത് ഒരു ഉഡായിപ്പ് ഡയലോഗ് അടിച്ചതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇന്നിപ്പോ മൂന്നാമത്തെ റൗണ്ട് അല്ല, അടുത്ത ഒരു സെഷൻ പോലെ ഒരു റൗണ്ട് വന്നപ്പോഴത്തേക്കും അനുമോൾക്കാണ് കുറച്ചധികം പോയിന്റ്സ് ഒക്കെ കിട്ടി. പക്ഷെ എങ്കിലും അങ്ങോട്ട് മെനയായില്ല, അത്രയും പോരാ. ഇനിയും അങ്ങോട്ട് ഗെയിമിലൊക്കെ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് നിൽക്കണം. അതാണ് ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോഴത്തേക്കും. സ്റ്റാർ മാജിക്കിൽ ഒരുപാട് ഗെയിം ഒക്കെ ഉണ്ടായിരുന്നതല്ലേ, അതുകൊണ്ട് ആ ഒരു അത്രയൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, സാരി ഒരു ചുവന്ന സാരിയാണ്, അത് മൊത്തം അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് അതങ്ങോട്ട് സഞ്ചി പോലെ ആക്കിയിട്ട് ഓടി കാണുന്നിടത്തു നിന്നൊക്കെ ഈ ബോളെല്ലാം പറക്കി ഇടുകയാണ്. ഏതായാലും ശരി, 17 പോയിന്റ്സോളം ഒപ്പിക്കാൻ പറ്റി. റെഡ് ബോൾ തന്നെ 4 അങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കക്ഷി. അപ്പോൾ ഇന്ന് സത്യത്തിൽ ഒരു കോമഡി ആയിരുന്നു ഈ പറയുന്ന അനുമോളുടെ ആ ഒരു സാരി പ്രകടനം. പക്ഷെ അത് ടാസ്കിൽ മാത്രമല്ല, ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അതാണ് ഏറ്റവും കോമഡി ആയത്. അല്ലെങ്കിൽ നമുക്ക് ടാസ്കിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ടാസ്കിൽ ഈ സാരി ഉടുത്ത് തറയിൽ വീണ് ഞെരങ്ങി വലിച്ച് എഴച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇതിന്റെ പോലെ ഈ സാരിയൊക്കെ ഉടുത്ത് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ വലിയൊരു കാര്യമായിട്ട് കണ്ടില്ല.